കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഈ പഞ്ചാര പാത്രം കൂടി പഞ്ചാര മാറ്റിയിട്ട് കഴുകി വെച്ചേക്കട്ടോ. ഉണക്കണം നല്ലോണം. അമ്മയ്ക്ക് ഓർമ്മയില്ല പണ്ട് എന്നെ ഒരു പട്ടി അടിച്ചത്? ഓ, പട്ടിയുടെ കാര്യം വിട്ടില്ലേ? ആ പട്ടി ചത്തുപോയില്ലേ? ചത്തുപോയാ? നൈസായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആകണ്ടല്ലേ? അതല്ല, ആ പട്ടി ചത്തെന്ന് വെച്ചാൽ കൊറേ കാലായില്ലേ കടിച്ചിട്ട്, കൊറേ വർഷമായില്ലേ, പട്ടി ചത്തുപോയി, അതാണ് പറഞ്ഞത്. കാര്യം ഒന്ന് ഇവള് പറയാ അവൾക്ക് പുറത്ത് പോയിട്ട് ഗേറ്റിന്റെ അവിടെ പോയി നിക്കണം എന്ന് കുറെ നേരം. അതെന്തിനാണ്? ചുറ്റടിച്ചിട്ട് വരാനാ? ചുറ്റടിച്ചിട്ട് വരാനൊന്നുമില്ല, ആ പോണ പോകിന് മിഠായി മേടിച്ചോണ്ട് വരാനാ. എന്നാ പിന്നെ ഓടിച്ചെല്ലി, പട്ടി സ്വീകരിക്കും. ഓരിയിട്ടുണ്ട്, ചെല്ല്. പേടിപ്പിക്കണല്ല, പട്ടി കടിക്കും. ചെല്ലങ്ങോട്. മക്കളെ ജാസു, ഓ നാളെ എന്തായിരുന്നാലും സൈറ്റിലൊന്ന് പോണം. നാളെങ്കിലും പോണം, ഇല്ലെങ്കിൽ ജോലി തെറിക്കും. ഉണ്ടായിടാ കരുതാങ്കടുത്ത് വളയ്ക്കാതെ ആകെ ഉള്ള പിടിവള്ളി അതാണ്. അച്ഛാ, ഞാൻ സിദ്ധുവിന്റെ അടുത്ത് പറഞ്ഞിട്ടെ ഗൾഫിൽ ഒരു ജോലി സെറ്റ് ആക്കട്ടെ. ഈ വയസ്സാകാലത്തിന് ഗൾഫിൽ പോണ്. അയ്യോ ചെല്ലി, നല്ല കാര്യമാണ്, കുറച്ച് സമാധാനം കിട്ടുമല്ലോ. പൈസ ഒന്നും അയച്ചു തരണ്ട, അവിടെ പോയി എന്നാ മതി. വല്ലാൻ വിളിച്ചു പറയാൻ എഞ്ചിനീയർ എഞ്ചിനീയർ അല്ലടാ എഞ്ചിനീയർ. സാറേ, എനിക്ക് ഭയങ്കര ക്ഷീണമായി പോയി സാറേ. ഞാൻ നാളെ വരാം. ബാക്കിയെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നവാസിൻ്റെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റിലാക്കിയിട്ടുണ്ട്. നാളെ വരാം സാറേ. ഓക്കെ ഓക്കെ. പക്ഷെ എൻ്റെ അമ്മ തിരിച്ചൊന്നും പറഞ്ഞില്ല കേട്ടാ. ഞാൻ പറഞ്ഞപ്പോ എന്നെ കളിയാക്കി. ഓ, എന്തായി? അമ്മ ഇന്നൊന്നും പറയത്തില്ല. ഇനിയിപ്പോ നാളെ കൂടെ പോയില്ലെങ്കിൽ ഉറപ്പായിട്ട് എഞ്ചിനീയർ പറയും. എടാ പോരെ നെല്ല് 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 ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പം കുറച്ച് താമസിച്ചു. അച്ഛനെ ആരെ വിളിക്കണേ? ആരെ വിളിക്കണേ? ടൗൺ ഓഫീസർ റിങ്ങിനുണ്ട്. സാർ നമസ്കാരം സാർ. സാർ ഞാനാണ് പട്ടിയടിച്ച ബാലു. അല്ല, ഇടയ്ക്കാട് പഞ്ചായത്ത് വെച്ച് പട്ടിയടിച്ചില്ലേ ആ ബാലു. ഞാൻ പൈസയ്ക്ക് വേണ്ടിയാണ് വന്നിന് സാർ. സാർ അവിടെ ഇല്ലായിരുന്നു, ഞാൻ വിളിച്ച് റേഞ്ച് ഇല്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ മാഡം പറഞ്ഞു സാർ ഏതോ കല്യാണത്തിന് പോയിരുന്നു. ആരെ കല്യാണം സാർ? സാറേ ഒരു ഡൗട്ട്, ഈ പൈസ എന്ന് കിട്ടും സാറേ? അവിടെ അയച്ചാ, പേപ്പർ അയച്ചാ പഞ്ചായത്ത് ഓഫീസിലോട്ട്? നന്നായി സാർ. അപ്പോൾ ഇനി പൈസ അവിടെ കിട്ടുമല്ലോ? അയ്യോ ഇല്ലേ? ഇനി ഇവിടുന്ന് ട്രിവാൻഡ്രത്തോട്ട് അയക്കണോ? അപ്പം കിട്ടുമോ? അയ്യോ അപ്പോഴും കിട്ടൂലേ? ഓ, അവിടുന്ന് വെരിഫിക്കേഷൻ ചെയ്ത് ഇവിടെ സാറിൻ്റെ അടുത്ത് വരും അല്ലേ? അപ്പോഴും കിട്ടുമോ? അയ്യോ, അപ്പോൾ സാറിൻ്റെ പഞ്ചായത്തിൽ വയ്ക്കുമോ? സാറേ ഞാൻ ഒരു കാര്യം ചോദിച്ചു സാറേ, ഇതെന്ന് കിട്ടും? 3 മുതൽ 5 ദിവസം വരെ. സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടാ, ഈ പട്ടി കടിച്ചതിന് ആർക്കിന് പൈസ ഇതിനെ കിട്ടിയിട്ടുണ്ടോ? ആണോ? അയ്യോ, 2015 കടിച്ചവർക്ക് ഇപ്പോഴും കിട്ടിയില്ലേ? നന്നായി സാറേ. അപ്പോഴേ എനിക്ക് പൈസ കിട്ടുമ്പോഴേ ഞാനും കാണൂല, കടിച്ച പട്ടിയും കാണൂല. സാറിന് കടിച്ചിട്ടുണ്ടോ? സാറിന് പൈസ കിട്ടിയാ ഇല്ലേ? അപ്പോൾ സാറൊരു കാര്യം ചെയ്യും സാറേ, എൻ്റെ കാര്യം ഒരു 10,000 രൂപ ഉണ്ട്. ഞാൻ അങ്ങോട്ട് ഓഫീസിലോട്ട് ഞാൻ കൊണ്ടുവന്ന് അവിടെ അടയ്ക്കാം. ഓഫീസിൻ്റെ പേരിൽ അടയ്ക്കാം. ഇല്ല സാർ, എൻ്റെ പട്ടി അടിച്ചിട്ട് സന്തോഷത്തിൽ അടയ്ക്കരുത് സാറേ. വച്ചിട്ട് പാവം അവിടുന്ന് പിന്നെ ഓഫീസ് തുറന്നു വെച്ചോണ്ടിരിക്കുന്നത്. ഞാൻ വല്ല വിളിച്ച് പറയാം കേട്ടാ, ഞാനായിട്ട് മര്യാദിക്കുന്നത്. ഇങ്ങനെയൊക്കെ അറിഞ്ഞിരുന്നത് ഞാൻ ഇതിൻ്റെ പുറകെ കിടന്ന് ഓടൂലായിരുന്നല്ലേ? അവരറിയിക്കൂല. അറിയിക്കാത്ത എന്താണെന്നറിയാമോ? നമ്മൾ ഇതിന്റെ പുറകെ നടന്ന് ഇങ്ങനെ ഓടി 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 മടുത്ത് ഈ പരിപാടി അങ്ങ് നമ്മൾ നിർത്തണം. ഇത് അവരെ ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലെന്നേ. അച്ഛാ, അച്ഛനിപ്പോ ഇതിന്റെ പുറകെ ഓടിയിട്ട് മൊത്തം എത്ര രൂപയായി? വണ്ടിക്കൂലിയും വെള്ളക്കൂലിയും പിന്നെ ആഹാരത്തിനെല്ലാം കൂടെ 10,000-3,000 രൂപ ആയടേ. ആ കാശിനാണെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞ് മേടിക്കായിരുന്നല്ലോ. ആകാശനി പട്ടിക്കുഞ്ഞിനെ ഇനി പട്ടിക്കുഞ്ഞിനെ നോക്കിയാ കൊച്ചാ, നീ തന്തരെ പോകാണ്ട് ഇറങ്ങണ. നീ തന്തരെ പോകാണ്ട് കുഴി പടത്ത് പോകണം. നിനക്ക് എന്താ പട്ടി അടിച്ചിട്ട് പേ അയ്യാ? അല്ലടി, എന്നെ കടിച്ച പേപ്പടി. നല്ല നാടൻ ഇനമാണ് കടിച്ചിരിക്കണത്. നാടൻ ഇനം കുട്ടാമ്പിള്ള.